അതവിടെ ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് ഒന്നും മറക്കാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. അധികാരത്തിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്നതിൽ ഞങ്ങൾ 2 പേർക്കും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിൽ അഭിപ്രായം പറയുവാനും പ്രതിഷേധിക്കുവാനുമുള്ള അവകാശം കഴിഞ്ഞ 10 വർഷമായി നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ, വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ അവരുടെ തലതല്ലിപ്പൊളിച്ചും ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചുമൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് ശക്തമായൊരു തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തു. ആ തിരിച്ചടി പൂർണ്ണതോതിൽ പൂർത്തിയാകുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അന്വേഷണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നിയമപരമായ നടപടി ഉണ്ടാവും. ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഞങ്ങളും. ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായ ആത്മരോഷം അത് കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ടായ അതേ ആത്മരോഷം തന്നെയാണ്. ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്കുണ്ടാകുമ്പോൾ, നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ അന്നത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ നേർക്ക് നടത്തിയ പരിഹാസവും അവജ്ഞയോടെയുള്ള അവരുടെ മറുപടികളും അതെല്ലാമാണ് ഞങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചത്. ശാരീരികമായ അസ്വസ്ഥതകൾ ഒരിക്കലും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. ഇത് UDF നയിക്കുന്ന, കോൺഗ്രസ് നയിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തെളിയിച്ചല്ലോ. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു KSU പ്രവർത്തകൻ മാത്രമായ എന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മർദ്ദിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതിനിധി എന്ന നിലയിലാണ്. അങ്ങനെ മത്സരിക്കാൻ കടന്നു വരുമ്പോൾ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന എന്നെ ആലപ്പുഴയിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആലപ്പുഴയിലെ ജനങ്ങളോട് എല്ലാ കാലത്തും കടപ്പാടോടെ ആലപ്പുഴയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് കടപ്പാടുണ്ട് ആലപ്പുഴയോട്. അന്ന് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയതും ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുണ്ട്. അതല്ലാതെ ഷൂട്ട് ചെയ്ത ആ വിഷ്വൽസിൽ തന്നെ ഉണ്ട് കൃത്യമായി മറ്റു കുറേ ആൾക്കാരോട് ഷൂട്ട് ചെയ്യുന്ന സാധനം. അവരുടെ മുഖമൊക്കെ വളരെ കൃത്യമായി കാണാവുന്നതാണ്. അവരോടൊക്കെ അവരുടെയൊക്കെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ നടപടി ഉണ്ടാകുന്നുള്ളൂ. ആ ഫോൺ തന്നെ, ഷൂട്ട് ചെയ്ത ഫോൺ തന്നെ നമ്മൾ കൈമാറിയതാണ്. അതിന് പുറമെ അവിടെ നിരവധിയായ ആൾക്കാർ കണ്ടിരുന്നു. കുറേ ആൾക്കാർ ഞങ്ങൾ അടിക്കുന്നതിൻ്റെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ കട നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്തിരുന്നതാണ്. അവരോടൊക്കെ ചോദിച്ച് കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തിയാൽ നീതി നടപ്പാവുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അന്ന് ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ മേടിച്ചു വെച്ചു. ഒരു റെസിപ്റ്റ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, റെസിപ്റ്റ് തരണം. ഞങ്ങൾക്ക് അറിയാമായിരുന്നു അന്ന് ഒരു കാരണവശാലും പോലീസ് കേസെടുക്കില്ല ഞങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റെസിപ്റ്റ് വാങ്ങിയത്. പിന്നെ SP പരാതി കൊടുത്തു, കേസെടുത്തില്ല. അതിനുശേഷം പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി, JFCM 1ാം കോടതി, ആലപ്പുഴ 1ാം കോടതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, FIR ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് നിർദ്ദേശം നൽകി. ഏകദേശം ഒരു 5 മാസം 6 മാസത്തോളമായിട്ട് ഒരു നടപടിയും ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഹോം സെക്രട്ടറിക്കും DGPക്കും ഞങ്ങൾ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയെന്ന് പറഞ്ഞാൽ ഈ അന്വേഷണ ഏജൻസി പ്രോപ്പറായിട്ടല്ല അന്വേഷിക്കുന്നത്, അതിന് വേറൊരു അന്വേഷണ ഏജൻസിയെ രൂപീകരിച്ചുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 3ാം മാസം മാർച്ച് മാസത്തിൽ 2024 മാർച്ച് മാസത്തിൽ ഒരു ജില്ലാ ക്രൈംബ്രാഞ്ച് ടീമിനെ ഏൽപ്പിച്ചു ഈ കേസ്. ഒരു 5-8 മാസമായിട്ടൊന്നും അതിന് വേറെ അനക്കങ്ങളൊന്നുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ ബൈ ഇലക്ഷൻ ആവുന്ന സമയത്ത് അവർ കൊണ്ടൊരു റഫർ ചാർജ് ഫയൽ ചെയ്തേക്കും. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. പിന്നീട് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ അനിൽകുമാർ എന്ന് പറയുന്ന ആളുടെ പ്രമോഷൻ ആവാറായി. അതിന് മുമ്പായിട്ട് ഈ കേസ് തീർക്കണം എന്നുള്ള ആവശ്യത്തിനാണ് കൊടുത്തത്. ഞങ്ങൾ പിന്നീട് അന്വേഷിച്ച് പറഞ്ഞു. അന്ന് റഫർ ചാർജിൽ പറഞ്ഞിരിക്കുന്ന ആ വാഹനത്തിൽ അടിച്ചു എന്നാണ്. ആ വാഹനത്തിൽ അടിച്ചു, മുഖ്യമന്ത്രിക്ക് അപായം ഉണ്ടാകുന്ന തരത്തിൽ ഞങ്ങൾ അടിച്ചു എന്നാണ് പറയുന്നത്. വിഷ്വൽസ് ഞങ്ങൾ കോടതിയിൽ കൊണ്ട് ഹാജരാക്കിയത് വളരെ കൃത്യമായുണ്ട്. ആ വാഹന വ്യൂഹം കടന്നുപോയ ശേഷം ഞങ്ങളെ പോലീസ് പിടിച്ച് മാറ്റുകയാണ്, ഫുട്പാത്തിലോട്ട് പിടിച്ച് മാറ്റുക. അവിടെ അതിൻ്റെ പിറകിൽ നിന്ന് വന്ന വാഹനത്തിൽ വെള്ള ഡ്രസ്സ് ധരിച്ചിരുന്ന ഒരു നീളമുള്ള ലാത്തി, നിയമപരമായുള്ള ലാത്തിയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ആ ലാത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യത്തെ അടിയടിക്കുന്നത്. തോമസിൻ്റെ തലയ്ക്കാണ് അടിക്കുക. അന്ന് കൈകൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അന്ന് ചിലപ്പോൾ തല പൊട്ടി പൊളന്നായ ആ അടിയുടെ പവറിലാണ് തടുത്തിട്ട് പോലും തലക്കെട്ട് അടികൊള്ളുന്നത്. അതിനുശേഷം മാരകമായി എന്നെയും തോമസിനെയും പിന്നീടും മാരകമായി മർദ്ദിക്കുകയാണ്. അതെല്ലാം ജനങ്ങൾ കണ്ടതാണ്. ആ വിഷ്വൽസ് അങ്ങനത്തെ ഒരു വിഷ്വൽസ് കളക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ പ്രൈവറ്റ് അന്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5ാം സാക്ഷിയാണ് ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്.
അദ്ദേഹത്തെ വിളിക്കുകയോ അദ്ദേഹത്തിനോട് ചോദിച്ച് ആ പറയുന്ന മൊബൈൽ കളക്ട് ചെയ്യുകയോ ചോദിച്ചാൽ അപ്പോൾ തരാൻ തയ്യാറാണ്. അതൊന്നും തയ്യാറായില്ല പോലീസ് ഒരു റഫർ ചാർജിങ് ഫയൽ. ഞങ്ങളിതെല്ലാം തെളിവുകളെല്ലാം കൂടെ ഹാജരാക്കിക്കൊണ്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ തുടരന്വേഷണം നടത്താണ്ട് കോടതി ഉത്തരവിട്ടു. അത് നവംബർ മാസം 8-ാം തീയതി 2024 ഓർക്കണം. 18 മാസം കഴിഞ്ഞു. 18 മാസം ഇതുവരെ ഒരു തരത്തിലുള്ള നടപടി ജില്ലാ ക്രൈം ഒരു DYSP അന്വേഷിക്കുന്ന ഒരു കേസാണ്. ഒരു തരത്തിലുള്ള നടപടി എടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞിടയ്ക്ക് ഈ പറയുന്ന അനിൽകുമാറിന് പ്രമോഷൻ നൽകി. ഇത് ഈ നിയമവ്യവസ്ഥയോട് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ആൾക്കാരോടുള്ള വെല്ലുവിളിയാണ്. കാര്യം അവരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഒരു റൗണ്ട് പ്രോത്സാഹിപ്പിച്ചു. അത് പിന്നീട് തിരുവനന്തപുരം വരെയുള്ള ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇവർക്ക് ഇറങ്ങി അടിക്കാനും DYFIക്കാർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പ്രതിഷേധിക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കാനുള്ളൊരു ലൈസൻസ് ആയിരുന്നു. ഇപ്പം നിലവിൽ ഇങ്ങനെ മർദ്ദിച്ച ഒരാൾക്ക് പ്രമോഷൻ നൽകിയിരിക്കുക. എന്താണ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം? അതിനകത്ത് കൃത്യമായി UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായി പറഞ്ഞു, വരും എന്ന് അറിഞ്ഞിരുന്നപ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് നടപടി ഉണ്ടാകുമെന്നുള്ളത്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ കോടതിയിൽ കൊടുത്ത പരാതിയിൽ വളരെ കൃത്യമായിട്ട് കോട്ട് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ചീത്തവിളിയായിരുന്നു കൃത്യമായി. ഒന്നുകൂടി ഞങ്ങളതിൻ്റെ വീഡിയോ ഒന്നുകൂടി തരാം. ആ വീഡിയോയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. കേട്ടാളിറക്കുന്ന അസഭ്യം വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. തീർത്തും അമ്മ വളരെ പേടിച്ചാണ് അന്ന് രാത്രി വിളിച്ചത്. എനിക്ക് കരഞ്ഞുകൊണ്ട് വിളിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുന്നവരെ അമ്മ വളരെ സങ്കടത്തിലായിരുന്നു. ഞങ്ങളന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായത് എൻ്റെയും തോമസിൻ്റെയും വീട്ടിൽ അമ്മമാർ കരയുന്നത് ഓർത്തിട്ടാണ്. അവർ പറഞ്ഞ് വിഷമിച്ചാണ്. നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും അവരങ്ങ് കൺവിൻസ്ഡ് ആവുന്നില്ല. നിരവധിയായ സമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അടി കിട്ടിയിട്ടുണ്ടെങ്കിലും ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും തെരുവ് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുമ്പോൾ സ്വാഭാവികമായും വീട്ടിലെ അമ്മമാർക്കുണ്ടാകുന്ന വിഷമം ചെറുതല്ല, പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എൻ്റെ മാതാപിതാക്കൾ കുറച്ചുകൂടി അത് ഉൾക്കൊള്ളാൻ കഴിയാതെ തന്നെ കുറേ ദിവസങ്ങളെടുത്തു അതിൽ നിന്ന് പുറത്തു വരാൻ. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുമൊക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഞങ്ങൾ ആ ശാരീരികമായ ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഒരു അന്യായം ഞങ്ങളോട് ചെയ്യുന്നു. സർക്കാർ സംവിധാനം, നിഷ്പക്ഷമായി നിൽക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ, ആഭ്യന്തര വകുപ്പ് ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു. അതിലായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ അമർഷവും വേദനയും ഉണ്ടായിരുന്നത്. അതിനെല്ലാം ഇപ്പോൾ അറുതി വരികയാണ്. അതിൽ സന്തോഷം. മർദ്ദനമേറ്റ ശേഷം ഒരു 2 മാസത്തിന് അന്ന് ഹോസ്പിറ്റലായിരുന്നു തുടർച്ചയായിട്ട്. അതിനുശേഷം ഒരു 2-3 മാസത്തിന് ശേഷം ഞാൻ തൃപ്പൂണിത്തുറ മെഡിക്കൽ കോളേജിൽ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഷുക്കൂർ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഒരു മാസത്തോളം 1.5 മാസത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിന് ശേഷം നമുക്ക് പൂർണ്ണമായും ഈ ലിഗമെൻറ്റ് സ്പ്രെയിൻ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് മാറുന്നില്ല. തുടർച്ചയായി കുഴമ്പും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരുമ്മലും കാര്യങ്ങളുമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ ഒരു വൈദ്യനെ കണ്ട് നമ്മൾ വേദന കൂടുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ചേർത്തല ആശുപത്രിയിലൊക്കെ പോയി കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് മുമ്പോട്ട് പോവുകയാണ്.